നമ്മുടെ ഈ എല്ലാ ദിവസവും നിയമസഭയിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാലേ ഒരു വലിയ സംഭവം തന്നെയാണ്. ഇപ്പോഴത്തെ എം എൽ എമാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, വേറൊരു പണിയില്ലാത്ത എം എൽ എമാരെ അങ്ങനെ എല്ലാ ദിവസവും നിയമസഭയിലൊക്കെ വരുള്ളൂ. എന്തായാലും അങ്കമാലിക്കാരുടെ എം എൽ എ ആയിരുന്ന പി ജെ ജോയി ഈ അപൂർവ റെക്കോർഡ് സ്ഥാപിച്ച ആളാണ്. പി ജെ ജോയി പക്ഷേ ഇതൊന്നും റെക്കോർഡ് ഇടാൻ വേണ്ടി ചെയ്തതുമായിരുന്നില്ല. പി ജെ ജോയി എല്ലാ സമ്മേളനങ്ങൾക്കും കൃത്യമായി പങ്കെടുത്തു. 9ാം നിയമസഭയിലും 10ാം നിയമസഭയിലും 11ാം നിയമസഭയിലും ജോയി അങ്കമാലിക്കാരെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. ഇ കെ നായനാർ ഭരിക്കുന്ന 1996 10ാം നിയമസഭയിലെ പി ജെ ജോയി എല്ലാവരെയും അമ്പരപ്പിച്ചു കളഞ്ഞു. 10ാം നിയമസഭയുടെ അവസാന സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ സർക്കാർ പുതിയ താലൂക്കുകളുടെ പട്ടിക പ്രഖ്യാപിച്ചു. ഇതിൽ അങ്കമാലി ഉണ്ടായിരുന്നില്ല. ജോയി ഒറ്റയ്ക്ക് നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുക മാത്രമല്ല കുത്തിയിരിപ്പ് നടത്തുകയും ചെയ്തു. എന്നിട്ട് ആ കുത്തിയിരിപ്പ് സത്യാഗ്രഹമായി നിയമസഭയുടെ മുന്നിലേക്കും മാറ്റി. എന്തായാലും താലൂക്കൊന്നും അപ്പോൾ കിട്ടിയില്ലെങ്കിലും ജോയിക്ക് അത് വലിയൊരു അംഗീകാരമായി. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലും 2001 തെരഞ്ഞെടുപ്പിലും ജോയി അങ്കമാലിക്കാരെ പ്രതിനിധീകരിച്ച് വീണ്ടും നിയമസഭയിലെത്തി. പക്ഷേ 2006 ആയപ്പോൾ കാര്യങ്ങളൊക്കെ മറിഞ്ഞു. അങ്കമാലിക്കാർ വിചാരിച്ചു, ഇത്രയേറെ കഷ്ടപ്പെട്ട എം എൽ എ അല്ലേ, ഇനി കുറച്ച് നാൾ വിശ്രമിക്കട്ടെ എന്ന്. അങ്ങനെ 2006 തെരഞ്ഞെടുപ്പിൽ ജോയിക്ക് പകരം അവർ ജോസ് തെറ്റയിലിനെയാണ് നിയമസഭയിലേക്ക് അയച്ചത്. അങ്ങനെയാണ് പി ജെ ജോയി നിയമസഭാ ചരിത്രത്തിൽ അത്യപൂർവമായ ഒരു റെക്കോർഡിന് ഉടമയായത്.